ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അഭി തൻ്റെ കാമുകിയുമായിട്ട് റെസ്റ്റോറൻറ്റിൽ വരുന്നുണ്ട്. ആ സമയത്താണ് വേണുവും രേവതിയും അനാമികയും അങ്ങോട്ട് കയറി വരുന്നത്. അവരെ അഭിയേയും കൂടെ ഇരിക്കുന്ന പെൺകുട്ടിയും കാണുന്നുണ്ട്. അഭിയുടെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടി ഉടനെ പറയും, അഭി ഇതേ നിൻ്റെ കുടുംബക്കാരെന്ന്. അഭി ഉടനെ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് അനാമികയും കുടുംബത്തെയും കാണുന്നുണ്ട്. ഉടനെ അവൻ പറയും, വാ നമുക്ക് പോയേക്കാം, ഇനി ഇവിടെ ഇരിക്കണ്ടെന്ന്. അപ്പോൾ വേണു അങ്ങോട്ട് വന്നിട്ട് പറയും, ഞങ്ങൾ വന്നത് കാരണം നിങ്ങൾ പോകാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറയും. ഉടനെ അഭി പറയുന്നുണ്ട്, ഇതെൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച പെൺകുട്ടിയാണെന്ന്. ഉടനെ വേണു പറയും, അത് ഞാനതൊന്നും തിരക്കിയില്ലല്ലോ, അതല്ല ഇച്ചിരി ചുറ്റിക്കളി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല, വീട്ടിലിരിക്കുന്ന ഭാര്യ അതുപോലുള്ള ഒരുത്തിയാണല്ലോ എന്ന് പറയും. അനന്തപുരിയിൽ ഒരിക്കലും കയറി വരാൻ പാടില്ലാത്തവളല്ലേ അവൾ വഴിതെറ്റി കയറി വന്നത് കാരണം മോനിങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയും. നിങ്ങളിവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അവർ വേറൊരു കസേരയിൽ പോയി ഇരിക്കുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അഭിയേട്ടനല്ലേലും പെൺവിഷയത്തിൽ ഇച്ചിരി പ്രശ്നക്കാരനാണെന്ന് കേട്ടിട്ടുണ്ടെന്ന്. അതെന്തായാലും നന്നായി മോളെ, ഇങ്ങനെയുള്ള സീനൊക്കെ കണ്ടാലല്ലേ നമുക്ക് അവനെയാണെങ്കിലും വരച്ച വലയിൽ നിർത്താൻ പറ്റത്തുള്ളൂ വേണു പറയും. നമ്മുടെ മോള് നോൺ വെജ് ഒക്കെ കഴിക്കുന്നത് കണ്ടാൽ അവൻ വീട്ടിൽ ചെന്ന് പറയില്ലേ എന്ന് പറയും. അതിന് അഭിയേട്ടന് മാല ഇടണമെന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു, എല്ലാവരും ഇട്ട കാരണം അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ, എന്തായാലും ഇതൊന്നും ചെന്ന് അവൻ പറയില്ലെന്ന് ഉടനെ വേണു പറയും. അതിനേക്കാൾ വലിയ ആയുധമല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ആയാലും ആ നവ്യെന്ന് പറഞ്ഞവളെ കളഞ്ഞിട്ട് അഭിയേട്ടൻ ആരെയും സ്നേഹിച്ചുകൊണ്ടാണെങ്കിലും അങ്ങ് വന്നാൽ മതിയായിരുന്നു, അവളുടെ അഹങ്കാരം അങ്ങ് തീർന്നേനും. അവൾ അനിയത്തിയെ വെച്ചല്ലേ നമുക്കിട്ട് ഓരോ പണി തന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടിരുന്നു. നയന കനകയോട് പറയുന്നുണ്ട്, നന്ദു ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പുറത്ത് ഇറങ്ങി നടക്കുന്നതിന് നമ്മൾ കുറ്റം പറയുകയും കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പോൾ അവൾ പുറത്തോട്ട് ഇറങ്ങാത്തതാണ് നമ്മളുടെ ഏറ്റവും വലിയ സങ്കടമെന്ന് പറയുമ്പോൾ കനക പറയും, ശരിയാ മോളെ, അവളിപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും പോകാറില്ല, ഞാൻ അവളോട് പല ടെസ്റ്റുകളും എഴുതാനൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ പ്രൈവറ്റായിട്ട് 2-3 കമ്പനികളുടെയൊക്കെ ഇൻ്റർവ്യൂവിന് പോയിരുന്നു, അതിൽ ഏതെങ്കിലും കിട്ടുകയായിരുന്നെങ്കിൽ അവളൊന്ന് ഹാപ്പി ആയേനെ എന്നൊക്കെ പറയും. അപ്പം നയന പറയും, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും കമ്പനിയിൽ നന്ദുവിന് ഒരു ജോലി കൊടുക്കാൻ പറ്റുമോ എന്ന് നയന പറയുമ്പോൾ കനക പറയും, വേണ്ട മോളെ, അവിടെ എന്തുമാത്രം ശമ്പളം കിട്ടിയാലും അതിനേക്കാൾ കൂടുതൽ സങ്കടം നമുക്ക് അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറയും. പിന്നെ അത് തന്നെയല്ല, അനിയുള്ളിടത്തോട്ട് ഇനി നന്ദു പോവുകയേ വേണ്ട, രണ്ടുപേരും പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ പോലും നന്ദൂട്ടൻ്റെ മനസ്സിൽ ഇപ്പോഴും അനി തന്നെയാണ്, അവളിരുന്ന് വിഷമിക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ടെന്ന് പറയും. അതുപോലെ തന്നെ അനിയുടെ അവസ്ഥയും, കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും അനാമികയെ അനി സ്നേഹിക്കാറില്ല, അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് വരുന്ന ആദർശ് പറയും, അമ്മ എന്തായാലും ഇനി വീട്ടിലേക്ക് പൊക്കൂ, അച്ഛന് സംശയം തോന്നില്ലേ എന്ന് പറയും. ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു ആദർശേട്ടാ, ഇനിയിപ്പം വൈകുന്നേരം ആയില്ലേ, അമ്മ പൊക്കോളാൻ പറഞ്ഞെന്ന് പറയും. എന്നാൽ ഞാൻ പോയിട്ട് വരാം മക്കളെ എന്ന് പറഞ്ഞ് കനക അങ്ങ് പോകും. ആദർശ് നയനെ ഒരുപാട് നേരം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പം നയന് ചോദിക്കുക, എന്താ ആദർശേട്ടാ ഇതുപോലെ നോക്കുന്നതെന്ന്. ഞാൻ ഇനി മുതൽ നിൻ്റെ അടിമയായിരിക്കുമെന്ന് ആദർശ് പറയും. അടിമയോ, എനിക്കങ്ങനെയൊന്നും വേണ്ട എന്ന് പറയും. അതല്ല, നീ എന്തായാലും എന്നേക്കാൾ ഒരു പടി മുന്നിലാണ് എന്ന് നിൽക്കുന്നതെന്ന് പറയും. എന്നാൽ ഞാൻ ഇനി ഒരു പടി താഴോട്ടിറങ്ങി നിൽക്കാം, തുല്യത മാത്രം എനിക്ക് മതിയെന്ന് നയനയും പറയുന്നുണ്ട്. എനിക്കാകെ ഒരു വിഷമമുള്ള ആദർശേട്ട, എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് മാത്രം ഓർത്തുള്ള വിഷമം മാത്രമേ ഉള്ളെന്ന് നയന ആദർശിനോട് പറയും. നന്ദു വിഷമിച്ചിരിക്കുന്ന കാണുമ്പോഴത്തേന് ഗോവിന്ദൻ അങ്ങോട്ട് വന്ന് പറയും, മോളെ, അനിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിനക്ക് വിഷമമൊന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോഴും നീ വിഷമിച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കും. ഞാൻ അനിയെ ഓർത്തൊന്നും അല്ല അച്ഛാ വിഷമിച്ചിരുന്നത്, എൻ്റെ വിഷമത്തിന് കാരണം വേറൊരു കാര്യമാണ്, അത് അച്ഛനോട് ഞാൻ പിന്നീട് പറയാമെന്ന് പറയും. അതൊക്കെ അച്ഛനെ പിന്നീട് മനസ്സിലാവുകയും ചെയ്യുമെന്ന് പറയും. എന്നാൽ ഞാൻ നാളെ അറിയേണ്ട കാര്യമാണെങ്കിൽ ഇന്ന് തന്നെ അങ്ങ് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അതെന്തായാലും നാളെ തന്നെ അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് നന്ദു അങ്ങ് എഴുന്നേക്കും. ആ സമയത്താണ് കനക അങ്ങോട്ട് കടന്നു വരുന്നത്. അന്നേരം പറയും, മോൾക്ക് ഇപ്പോൾ ഭയങ്കര സങ്കടമാണ് 2 ദിവസമായിട്ട്, ഇപ്പം തൻ്റെ മുഖത്തും അതുപോലെ തന്നെ സങ്കടമുണ്ടല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കും. അത് ഞാൻ ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ട് വന്നതല്ലേ, അതുകൊണ്ടാണെന്ന് പറയും.
ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പം നയനമോളെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, നീ പറഞ്ഞായിരുന്നോ അവളോടെന്ന് ചോദിക്കുന്നുണ്ട് കനകയോട് ഗോവിന്ദൻ. അപ്പം കനക പറയും, ഞാൻ പറഞ്ഞായിരുന്നു, മോക്ക് അവിടെ പിടിപ്പത് പണിയുണ്ട്. ആദർശ് മോനും അച്ഛനും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറുമ്പം നേഴ്സുമാർ ഓരോ ആവശ്യങ്ങളും വന്ന് പറയുന്നത് നയനമോളോടാണ്. അപ്പം നയനമോൾക്ക് നിൽക്കാൻ പോലും സമയമില്ല, അതുകൊണ്ടാണെന്ന് പറയും. എന്നാലും ഞാൻ വന്നെന്നറിഞ്ഞിട്ട് മോൾ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്ന് പറയും. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, മറന്നുപോയെന്നൊക്കെ കനക കിടന്ന് തപ്പുന്നുണ്ട്. ഗോവിന്ദൻ ഉടനെ എഴുന്നേറ്റ് അങ്ങ് പോവും. അപ്പം കനകയോട് നന്ദു ചോദിക്കുന്നുണ്ട്, അമ്മേ നയനയിടത്തേക്ക് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ, എന്നാൽ പിന്നെ ചേച്ചിയെ കൊണ്ട് അച്ഛനെ ഒന്ന് വിളിപ്പിക്കത്തില്ലായിരുന്നു എന്ന് ചോദിക്കും. എൻ്റെ മോളെ ഞാനതങ്ങ് മറന്നുപോയി. അതുതന്നെയല്ല, മോള് സംസാരിക്കുമ്പം എന്തെങ്കിലും അവശതയായിട്ട് തോന്നിയാൽ അച്ഛൻ അത് ടെൻഷൻ ആകുകയും ചെയ്യും. അതുകൊണ്ട് വിളിക്കാതിരിക്കുന്നത് തന്നെയല്ലായിരുന്നു നല്ലതെന്നൊക്കെ പറയും. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാമെന്ന് നന്ദു പറയുന്നുണ്ട്. അനി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് എൻ്റെ ചേച്ചി അങ്ങനെ ഒരുപാട് ദിവസം കാണാതിരിക്കാനൊന്നും പറ്റില്ല. എനിക്ക് ആരുടെയും ഭർത്താവിനെ ആവശ്യവുമില്ല. ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് നന്ദു എഴുന്നേറ്റ് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെ ജയൻ കയറി കാണുന്നതാണ്. അപ്പം ദേവയാനി ചോദിക്കും, ആഹാരം വല്ലതും കഴിച്ചോ? ഞാനിവിടെ കിടക്കുന്ന കാരണം നിങ്ങളുടെ ആഹാരം ഒന്നും ശരിയാകുന്നില്ലായിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേന് ജയൻ പറയും, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. എന്തിയെ ആദർശ് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പുറത്തുണ്ടെന്ന് പറയും. എനിക്ക് അവനെ ഒന്ന് കാണണം, പിന്നെ അത് അവൻ വരുമ്പോഴത്തേന് ആ കൂട്ടത്തിൽ അവൾ വേണ്ട എന്ന് പറയും. നയനെ എനിക്ക് കാണുകയേ വേണ്ടെന്ന് ജയനോട് ദേവയാനി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജയന് വിഷമം തോന്നുകയും ചെയ്യുന്നു. അന്നേരം ജയൻ പറയും, എന്നാൽ ഞാൻ അവനെ ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകും. നയന കിടക്കുന്ന മുറിയിൽ ആദർശ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദർശിനോട് എന്ന് ജയൻ പറയുന്നുണ്ട്, അമ്മയെ ഞാൻ കയറി കണ്ടിരുന്നു, അമ്മ നിന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് പറയും. അന്നേ നയന ചോദിക്കും, അച്ഛാ എങ്ങനെയുണ്ട് അമ്മയ്ക്കെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, ഇവനെ കാണണമെന്ന് പറഞ്ഞെന്ന് പറയും. എന്നാൽ ഞാൻ അമ്മയെ പോയി കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് ആദർശ് അങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. ജയനോട് നയന പറയുന്നുണ്ട്, എനിക്ക് പകരം ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടു വെക്കണം അച്ഛാ, അത് ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അമ്മ കരൾ തന്ന പെൺകുട്ടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ കാണിക്കണ്ടേന്ന് പറയും. അത് ഞങ്ങൾ നോക്കിക്കോളാമെന്ന് ജയൻ പറയുന്നുണ്ട്. മോളോട് ആദർശ് പറഞ്ഞു കാണുമല്ലോ, ആദർശിന് ചെറുപ്പത്തിൽ വയ്യാഴികളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ഒരു കുട്ടി വേണ്ടെന്ന് പറഞ്ഞിരുന്നത്. എന്നാലും ആദർശിന് ശേഷം ഒരു പെൺകുഞ്ഞ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇപ്പോഴെനിക്ക് ദൈവം സാധിച്ചു തന്നത്. മോളെ എനിക്ക് മരുമോളായിട്ടല്ല മകളായിട്ടാണ് ദൈവം തന്നതെന്ന് ജയൻ പറയും. ദേവയാനിയും ഒരിക്കൽ മോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന ഒരു കാലം വരും എന്ന് ജയൻ നയനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആദർശിനെ കാണുന്നുണ്ട്. ദേവയാനി ചോദിക്കുന്നുണ്ട്, മോനെ എനിക്ക് കരൾ തന്ന പെൺകുട്ടി സുഖമായിട്ടിരിക്കുന്നു, അവൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന്. ഒരു കുഴപ്പമില്ല അമ്മേ, ഞാനിപ്പോഴും കണ്ടേച്ചാണ് വന്നത്. ഈ കരൾ തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണെന്നും അവൾ പറഞ്ഞെന്ന് പറയും. എന്തായാലും എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ, ഇറങ്ങിയിട്ട് വേണം കാണാൻ എന്നൊക്കെ പറയും. അതൊന്നും സാരമില്ല, അമ്മ ഇവിടെ കിടന്നു, അമ്മയോട് അങ്ങനെ ഒരുപാട് സംസാരിക്കുകയൊന്നും വേണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആദർശ് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ദേവയാനിയുടെ കയ്യിലൊക്കെ ഇങ്ങനെ തഴുകിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.